ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മളെ സീരീസിൻ്റെ 20ാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂളിനെ പറ്റിയാണ്. സോ നമുക്കിന്ന് ഡിവിസിബിലിറ്റി റൂളിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയാണ്. സോ നമ്മൾ എല്ലാത്തിനെ പറ്റി സംസാരിക്കും. സോ ഇപ്പം നമുക്ക് രണ്ടിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്തോന്നാണ്. രണ്ടിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവർക്കും അറിയാം, അത് കൊച്ചു കുഞ്ഞിനും അറിയാം അല്ലേ. എന്ന് പറയുമ്പം ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. എന്ന് പറയുമ്പം നമുക്കിപ്പം 789 അതൊരു ഓഡ് നമ്പറാണ്, പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാരണം ഇവിടെ 9 ആയതുകൊണ്ട് അതൊരു ഓഡ് നമ്പറാണ്. സോ നമുക്കിവിടെ 788 ആണെങ്കിൽ നമുക്ക് ഉടനെ പറയാം ഇതൊരു 2 വെച്ചിട്ട് ഡിവിസിബിൾ ആവുമെന്ന്. സോ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ഉണ്ടല്ലോ, നമ്മൾ 2 നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. 2 വെച്ച് ഡിവിസിബിൾ ആവുമെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. അത് 0, 2, 4, 6, 8 എന്നിങ്ങനെ വരെയാണെങ്കിൽ അത് 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഇത് 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കില്ല. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 724 ഇതൊരു ഓഡ് നമ്പറാണ്. കാരണം ഇതൊരു ഈവൻ നമ്പറാണ്. കാരണം ഇവിടെ 724, അപ്പോൾ അതെന്തോന്നാണ്, 4 യൂണിറ്റ് ഡിജിറ്റ് 4 ആയാൽ എന്തോന്നാണ്, 2 വെച്ച് ഡിവിസിബിൾ അല്ലേ, ഡിവിസിബിൾ ബൈ 2. അപ്പോൾ ഇത് 789 ആണെങ്കിൽ ഇതൊരു ഓഡ് നമ്പറാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. സോ 841 ആണെങ്കിലോ നോട്ട് ഡിവിസിബിൾ ബൈ 4, നോട്ട് ഡിവിസിബിൾ ബൈ 2. അത് പക്ഷേ ഇവിടെ ഒരു 2 വരെയാണെങ്കിലോ 8412 ആണെങ്കിൽ നമുക്ക് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. സോ ഇതാണ് നമ്മളെ ഡിവിസിബിലിറ്റി റൂൾ. എന്ന് പറയുമ്പം നമ്മളെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ 0, 2, 4, 6, 8 ഇത് വരെയാണെങ്കിൽ അത് 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം അത് ഡിവിസിബിൾ ആയിരിക്കില്ല 2 വെച്ചിട്ട്. അടുത്ത് നമുക്ക് 4ൻ്റെ ഡിവിസിബിലിറ്റി റൂളിനെ പറ്റി നോക്കാം. 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 4 ആണോ, ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കണം. എന്ന് പറയുമ്പം ഇപ്പം നമ്മളടുത്ത് 8 ഇപ്പം ഇങ്ങനെ ഒരു സംഖ്യ വരെയാണ്. സോ നമ്മൾ എങ്ങനെ എടുക്കും, നേരെ എന്നൊന്ന് ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കും, അത് ഡിവൈഡഡ് ബൈ 4 ആണോ എന്ന് നോക്കും. അപ്പം 32 ഡിവൈഡഡ് ബൈ 4 എത്ര, 8. സോ ഇത് ഡിവിസിബിൾ ബൈ 4 ആണ്. സോ നമ്മൾ 128 എന്ന് വരെയാണ്. സോ 28 4 വെച്ച് പോകാൻ പറ്റുമല്ലോ. സോ ഇത് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 789 കാണുമ്പോഴേ, ലാസ്റ്റ് 9 കാണുമ്പോഴേ നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇത് ഒരിക്കലും 4 വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഓഡ് നമ്പറാണ്. 4 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ് അല്ലേ. എന്ന് പറയുമ്പോൾ 2 വെച്ച് ഡിവിസിബിൾ ആവാൻ പറ്റുന്നതെല്ലാം 4 വെച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മൾക്കിപ്പം 872 ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കണം. 72 ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കുമ്പോൾ എത്ര ആണോന്ന് നോക്കിയേ. 1, 4, 32, 8, 18 പോയില്ലേ. അപ്പം പറ്റൂലേ? പറ്റും. സോ ഇത്ര എളുപ്പമാണ്. എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം, 4 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. അതേ പക്ഷേ നമുക്ക് 8 നോക്കി നോക്കാം. 8 നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കണം. 4 ആണെങ്കിൽ എന്തോ നോക്കണം, ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കണം. അപ്പം 3 ഡിജിറ്റ് എന്ന്. സോ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു വാല്യൂ എടുക്കാം, 32. സോ ഈ വാല്യൂ നമ്മൾ ഡിവിസിബിൾ ബൈ 8 ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ നല്ല ടൈം എടുക്കില്ല. സോ നമ്മളിത് ഇവിടെ ലാസ്റ്റത്തെ 3 ടൈംസ് എടുക്കും. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കണം. അപ്പം ഡിവിസിബിൾ ബൈ 8 ആണ്. സോ നമുക്ക് എന്തോന്ന് പറയാം, ഇത് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പറയാം. സോ ഇപ്പം നമ്മളടുത്ത് 782 ചോദിക്കുകയാണെങ്കിൽ നേരെ നമ്മളിത് ഡിവിസിബിൾ ബൈ 8 ആണോ, ലാസ്റ്റ് 3 ഡിജിറ്റ് എടുത്ത് ആണോ, അല്ലേ ആണ്. ഇത് 8 1 8 0 72 ആണെങ്കിൽ എത്രയാണ്, 9 പോകും അല്ലേ. സോ നമുക്കിതെന്തോന്നാണ്, ഡിവിസിബിൾ ബൈ 8 ആണ്. ഇവിടെ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി, 0 കിട്ടിയില്ലേ. സോ എന്തെളുപ്പം നോക്ക്, നമ്മൾ 2 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് നോക്കും, 4 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കും, 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കും. ഈ നമ്മൾ ഇതുവരെ ചെയ്തതിൽ 2ന് അത് എത്രയാണ്, യൂണിറ്റ് ഡിജിറ്റാണ്. 4ന് എത്രയാണ്, 4ന് നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റാണ്, 2 ഡിജിറ്റ്. 8ന് എത്ര, ലാസ്റ്റ് 3 ഡിജിറ്റ്. ഇതിലൊരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു പാറ്റേൺ ഇല്ലേ ഇവിടെ, 2⁻1 ആയതുകൊണ്ട് യൂണിറ്റ് ഡിജിറ്റ്, 2⁻2 ആയതുകൊണ്ട് അത് ലാസ്റ്റ് 2 ഡിജിറ്റ്, 2⁻3 ആയതുകൊണ്ട് അത് ലാസ്റ്റ് 3 ഡിജിറ്റ്. അപ്പം 16 ആണെങ്കിലോ 2⁻4 ആയി. അപ്പോൾ എന്തോന്നാണ്, ലാസ്റ്റ് 4 ഡിജിറ്റായി. അടുത്ത നമുക്ക് 32. അപ്പം
2⁵. അപ്പം നമുക്ക് എന്തോന്ന് പറയാം, ലാസ്റ്റ് 5 ഡിജിറ്റ് എന്ന് പറയാം ഇല്ലേ. അപ്പം നമ്മൾ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഇപ്പോൾ ഒരു വലിയൊരു നമ്പർ വരികയാണെങ്കിൽ 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്ത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ വരാണ്, 8731 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്രയെന്ന് നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം നമുക്ക് 8731 ഡിവൈഡ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കൂലേ. സോ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എത്രയാണ്, 3-ലാണെങ്കിൽ എത്ര ആയിരിക്കും, 24 ആയിരിക്കും അല്ലേ. അപ്പോൾ 11 2 അപ്പം 7 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ ആണോ. അപ്പോൾ നമ്മളെ റിമൈൻഡർ 7 ആണെന്ന് നമുക്ക് പയർ പോലെ എഴുതി വയ്ക്കാം അല്ലേ. ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, എത്ര ഈസ് ഇറ്റ് ചെക്ക് വെദർ 7,64,928 ഈസ് ഡിവിസിബിൾ ബൈ 4 ആണോ. അപ്പം മിക്ക ആളുകളും ഡിവൈഡ് ചെയ്യും. സോ അറിയാനുള്ള ആൾ എന്ത് ചെയ്യും, 928 ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കും. അപ്പോൾ അതെന്തോന്നാണ്, ഡിവിസിബിൾ ബൈ 8 ആണ്. സോ നമുക്ക് നേരെ അതെടുത്ത് എഴുതി വയ്ക്കാം, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയാം അല്ലേ. എന്തെളുപ്പം നോക്കിയേ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു, ചെക്ക് 987463132 ഈസ് ഡിവിസിബിൾ ബൈ 16 എന്ന് വന്നു. അപ്പം അറിഞ്ഞുകൂടാത്ത ആളുകൾ കുറേ സമയം എടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു നീയോടാ, നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് 4 ഡിജിറ്റ് എടുക്കും. 4 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ 3 ആണോ എന്ന് നോക്കണം, 16 ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ 16 വെച്ച് ചെയ്യുകയാണെങ്കിൽ 3-ൽ 48 വരും. സോ എത്ര വരും, 13 3. സോ 133 എത്രയായിരിക്കും, 8 ആയിരിക്കും. സോ 128 ആണ്. സോ 128ഉം 50. സോ 2 താഴെ ഇറങ്ങിയപ്പോൾ 52 ആയി അല്ലേ. 52 16-ൽ പോവൂല. കാരണം എന്താ, 48 പറഞ്ഞത് അല്ലേ. 16 3 എത്ര, 48. സോ എത്ര വരും, നമ്മളെ റിമൈൻഡർ 4 ആണ്. സോ വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 16 എന്ന് പറയും. മനസ്സിലായി, ഇത്ര എളുപ്പമല്ലേ. സോ അടുത്ത നമുക്ക് എന്തോന്ന് പഠിക്കാം, ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 പഠിക്കാം. 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് പഠിക്കാം. സോ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാനുള്ളതാണ്, നമ്മളെ സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 126. സോ നമ്മൾ എന്ത് ചെയ്യും, 1 + 2 + 6 എത്ര, 8 9. അപ്പം എന്തോന്നാണ്, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയും അല്ലേ. ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ വരാണ്, 1 7 8 9 എന്ന് വരാണ്, 2 എന്ന് വരാണ്. സോ നമ്മൾ എന്തോന്ന് കൂട്ടാണ്, എത്ര 8 16 25 27. അത് നമുക്ക് അല്ലാതെ കൂട്ടാം, 1 + 7 + 8 + 9 + 2. സോ എത്ര, 8 16 25 27 ഡിവിസിബിൾ ബൈ 3 അല്ലേ. അപ്പോൾ അതെന്താണ്, ഡിവിസിബിൾ ബൈ 3 ആണ് ആണോ. 8 16 25 27 ഡിവിസിബിൾ ബൈ 3 ആണ്. അതേ പക്ഷേ നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇപ്പം 123 വരാൻ, 124 വരാൻ. സോ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 1 + 2 + 4 എത്ര, 7, വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ. ഇപ്പം നിങ്ങൾ ചോദിക്കും 24 വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഷോർട്ട് ചെയ്യാം. 2 + 7 എത്ര, 9. കിട്ടിയില്ലേ, വീണ്ടും 9 എന്ന് കിട്ടിയില്ല. അതും അറിഞ്ഞുകൊണ്ടാത്തവർക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം. സോ അടുത്ത് നമുക്ക് 9ൻ്റെ പഠിക്കാം, ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9. ഈ നമ്മളെ സം ഓഫ് ഡിജിറ്റ്സ് അത് ഡിവിസിബിൾ ബൈ 9ൻ്റെ ടേബിളിലായിരിക്കും എങ്കിൽ അത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 ആണ്. സം ഓഫ് ദി ഡിജിറ്റ്സ് സെയിം 3നെ പോലെ തന്നെ 9. അപ്പോൾ നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 7 to 1 8 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. സോ നമ്മൾ 7 + 2 + 1 + 8 എന്ന് പറയുകയാണെങ്കിൽ 9. അപ്പം 9 + 9 എത്ര, 18. സോ അതെന്താണ്, ഡിവിസിബിൾ ബൈ 9 എന്ന് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ. അപ്പം ഞാൻ ഇതിനെ 9 + 9 എന്ന് എഴുതിയതാണ്. 7 + 2നെ 9 എന്നും 1 + 8നെ 9 എന്നും എഴുതും. സോ അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ വരാണ്, 7 2 9 8 2 1 7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 7 + 2 + 9 + 8 + 2 + 1 + 4. സോ ഞാൻ എന്തോന്നാണ് ചെയ്യണമെന്ന് അറിയാമോ, ഇതാ 7 + 9 9, അടുത്തൊരു 9, പിന്നെ വീണ്ടും പ്ലസ് ചെയ്യും 9 കിട്ടി, പിന്നെ വീണ്ടും ഒരു 9. അപ്പം 9 × 4 എത്ര,
36 ഡിവിസിബിൾ ബൈ എന്തോന്നാണ് 9 ആണ്. സോ അടുത്ത നമുക്ക് കോപ്രൈം നമ്പേഴ്സിനെ പറ്റി പറയാം. അവിടെ കോപ്രൈം നമ്പേഴ്സിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ വീഡിയോസ് കണ്ടു പറഞ്ഞവർക്കറിയാം, നമ്മൾ കോപ്രൈം നമ്പേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ കോപ്രൈം നമ്പേഴ്സ് എന്തോന്നാണ്, നമ്മുടെ കോപ്രൈം നമ്പേഴ്സിൻ്റെ HCF 1 ആയിരിക്കും അല്ലേ. എന്ന് പറയുമ്പം 2, 3, 4, 5, 8, 9, 12, 17 ഇതെല്ലാം എന്തോന്നാണ് കോപ്രൈം നമ്പേഴ്സാണ്. എന്നാൽ 12ഉം 14ഉം വരോ ഇല്ല, കാരണം അതിൻ്റെ എന്തോന്നാണ് HCF 2 ആയിപ്പോവും അല്ലേ. സോ ഇതാണ് നമ്മുടെ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്തിനാണ് ഇത് ഇപ്പം പറഞ്ഞു തന്നിരുന്നായിരിക്കും കോഫാക്ടേഴ്സ്. എടാ നമ്മുടെ ഈ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6, 12 അതേപോലത്തെ നമ്പറുകളുടെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതെങ്ങനെയെന്ന് പറയുമ്പോൾ, ഇപ്പോൾ 6ൻ്റെ 12ൻ്റെ എടുക്കാം. 2 കോപ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം അല്ലേ. 2ഉം 3ഉം എന്ന് പറയുന്നത് 2 × 3 എത്രയാണ്? 6 ആണ്. അതെന്തോന്നാണ്? കോപ്രൈം നമ്പേഴ്സ് അല്ലേ. അതുപോലെ തന്നെ 12, 3ഉം 4ഉം എന്ന് പറയുന്ന ഒരു കോപ്രൈം നമ്പർ അല്ലേ. 3 × 4 12 ആണോ? അപ്പം നമുക്ക് നേരെ നോക്കേണ്ടത് എന്തോന്നാണ്? 6 ഒരു ടേം 6 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ അത് 2 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം, 2 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം, 3 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 54 എടുക്കാം. 54 നിങ്ങൾക്ക് അറിയാം ആ 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുമോ ഇല്ലേ. അപ്പം നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. അടുത്ത് 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? 5 + 4 എത്ര? 9. സോ ചെയ്യാൻ പറ്റും. ഡിവിസിബിൾ ബൈ 3 ആണ്. സോ നമുക്ക് ഡിവിസിബിലിറ്റി റൂള് എന്തായാലും 3 വെച്ചും 2 വെച്ചും പറ്റും. അപ്പോൾ അത് 6ൻ്റെ ഡിവിസിബിൾ ആണ്. സോ ഇപ്പോൾ നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ് 6, 1, 5, 4 എന്ന് വരെയാണ്. സോ നമ്മൾ ഇതിപ്പം 2 വെച്ച് ഡിവിസിബിൾ ആണ് അല്ലേ. 2 വെച്ച് ഇത് ഡിവിസിബിൾ ആണ്. സോ അടുത്ത് 3 വെച്ച് പറ്റുമോ? 7 + 5 എത്ര? 7 + 5 എത്ര? 12, 12, 16. സോ 16 പറ്റുമോ? 3 വെച്ച് ഡിവിസിബിൾ ചെയ്യാണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 6 എന്ന് നമുക്ക് ഈ പുഷ്പം പോലെ പറയാം. അടുത്ത് 12 എടുത്ത് നോക്കാം. 12 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. സോ നമുക്കിപ്പം 7, 2, 4 അപ്പോൾ നമുക്ക് 7 ഇപ്പം വേറൊരു ദിവസം 6 അപ്പം 9, 15. സോ ഇത് 3 വെച്ച് പോകും അല്ലേ. 3 വെച്ച് എന്തായാലും പോകും. അടുത്ത് 4 വെച്ച് പോകാൻ നോക്കാം. 26/4 ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് 4 വെച്ച് ചെയ്യാൻ പറ്റില്ല. അടുത്ത് നമുക്കൊരു 156 എടുത്ത് നോക്കാം. 156 ഡിവിസിബിൾ ബൈ 12 ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്തോ 3 വെച്ച് ഡിവിസിബിൾ ആണ്. 5 + 1 എത്ര? 6. 6 + 1 12. അപ്പം ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ. 5 + 1 + 6 എത്ര? 12, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. സോ അടുത്ത് നമുക്ക് 4 വെച്ച് ചെയ്യാം. 56 4 വെച്ച് ഡിവിസിബിൾ ആണോ? 1, 4 പോവും അല്ലേ. അപ്പം എന്താണ് 156 ഈസ് ഡിവിസിബിൾ ബൈ 12 എന്ന് നമുക്ക് പുഷ്പം പോലെ എഴുതാം. ഇതുപോലെ തന്നെ ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ് 21ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 3 × 7 ചെയ്യും അല്ലേ. 84ൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരെ എന്തോ ചെയ്യും? 84ൻ്റെ എന്ന് പറയുമ്പോൾ 4ൻ്റെ നോക്കിയാൽ മതി. 84ൻ്റെ ഇപ്പം നിങ്ങൾ 84ൻ്റെ എടുത്തോ. അപ്പോൾ നമുക്ക് എത്ര? 21 × 4 ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്നത് 21 എന്ന് പറയുമ്പോൾ 3 × 7 ആണ്. സോ 3 × 7 × 4 ഇത് 3ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ഓക്കെ ആണെങ്കിൽ ഇതെന്തോന്നാണ്? ഡിവിസിബിൾ ബൈ 84 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോളോ ചെയ്യുകയാണെങ്കിൽ 3ൻ്റെയും 7ൻ്റെയും 4ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് 84 എന്ന് പറയുന്നത് 84ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ഓക്കെയാണ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളടുത്ത് ഒരു നമ്പർ തരാണ്. ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ട് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 84 ആണോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കും. 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. വേണമെങ്കിൽ നമ്മൾ നേരെ എഴുതും 84 ഈസ് ഡിവിസിബിൾ ബൈ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 84 എന്ന് നമ്മൾ എഴുതി വയ്ക്കും അല്ലേ. എഴുതി വെക്കേണ്ട കാര്യമില്ല, നമ്മളെ മനസ്സിൽ വയ്ക്കും അല്ലേ.